സാർ എന്തൊക്കെ ചേട്ടാ? സാർ സുഖം തന്നെ. സാറിനിപ്പോൾ എങ്ങനെയുണ്ട് സാർ? സാർ 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 ഫെലിക്സ് ഇരിക്കും. ഫെലിക്സ്, മൂന്നാമത്തെ മിസ്സിംഗ് കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. സാർ മൂന്നാമത് മിസ്സായത് ഗീത. ആ മൂന്നാമത് മിസ്സിംഗ് ആയത് ഗീത. 41 ആ. ആ സാർ മൂന്നാമത് മിസ്സായത് ഒരു ഗീതയാണ്. 41 വയസ്സ്. പള്ളിവാസലാണ് സ്ഥലം. പള്ളിവാസൽ. അതെ. ആ. ഈ ഗീത മിസ്സിംഗ് ആയവർ ഗീതയുടെ ഹസ്ബൻഡ് സുദീപാണ് പോലീസിനെ അറിയിക്കുന്നത്. സുദീപ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി. ഇതുവരെ കുട്ടികളില്ല. അതുകൊണ്ട് ഇവർ മലയാറ്റൂർ പള്ളിയിൽ ഒരു നേർച്ച നടന്നുണ്ട്. 101 വീടുകൾ കയറി നേർച്ച എടുക്കാമെന്ന്. പിന്നെ ഞാൻ സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കും അറിയില്ല. സാർ ഫൈൻ. സുദീപ് എപ്പോഴാണ് ഗീത മിസ്സിംഗ് ആണെന്നുള്ള കംപ്ലൈന്റ് തന്നത്? രാത്രി 10:30 സാർ. ആ രാത്രി 10:30 സാർ. ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. സാർ FIR എഴുതിയിരിക്കുന്ന മനോജാണ്. അയാളോട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയും. ഓക്കെ സാർ. ഗീതയുടെ ലുക്കൗട്ട് നോട്ടീസ് ഉടനെ റെഡിയാക്കണം. നാളത്തെ എല്ലാ പേപ്പേഴ്സിലും അത് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും, ലോക്കൽ ചാനൽ, ഒപ്പം നമ്മുടെ നമ്പർ. യെസ് സാർ. നമുക്ക് സമയമില്ല ഫെലിക്സ്. ഗീതയെ പരിചയമുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും കോൾ നമുക്ക് നാളെ കിട്ടിയിരിക്കും. ഷുവർ സാർ. ആഗസ്റ്റ് 20 മുതൽ കാണാനില്ല. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ദേവികുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. പിന്നെ ഞാൻ സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കും അറിയില്ല. സാർ എന്താ ഫെലിക്സ് കാര്യങ്ങൾ? ഇതുവരെ കോളൊന്നും വന്നില്ല സാർ. എന്തായി ഫെലിക്സ് കാര്യങ്ങൾ? ഇതുവരെ കോളൊന്നും വന്നില്ല സാർ. ഓ ഗീതയുടെ ലുക്കൗട്ട് നോട്ടീസ് എല്ലായിടത്തും എത്തിയിട്ടില്ലേ? ആ സാർ, എല്ലായിടത്തും എത്തിച്ചു. ഇതൊരു സാധാരണ മിസ്സിംഗ് കേസല്ല. സംതിങ് ഡിഫറെൻറ്റ്. അതെന്താ സാർ അങ്ങനെ തോന്നാനുള്ള കാരണം അതെ, അത് നമ്മുടെ കേസ് അന്വേഷണത്തിൽ മിസ്സിംഗ് ആയ 3 വിക്ടിംസ് തമ്മിലും യാതൊരു ബന്ധവുമില്ല. അതായത് ഏജ്, ജെൻഡർ, പ്രൊഫഷൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ. ആദ്യത്തെ മിസ്സിംഗ് കേസിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. വർഗീസിൻ്റെ മൊഴി അനുസരിച്ച് പ്രകാശൻ ആക്സിഡൻറ്റിന് ശേഷം റോഡിൽ തന്നെ കിടക്കുകയായിരുന്നു. വർഗീസ് പോയതിന് ശേഷമാണ് പ്രകാശൻ മിസ്സിംഗ് ആയത്. അതായത് ഇതിൻ്റെ പിന്നിലുള്ളവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രകാശനല്ല. പ്രകാശൻ അവരുടെ മുന്നിലേക്ക് ആക്സിഡൻ്റിൽ കയറി വന്നിട്ടുള്ള ഇര മാത്രമാണ്. ഒരുപക്ഷെ ഇവരുടെ രീതി ഇത് തന്നെയായിരിക്കാം. ഇരകളെ പിടിക്കുകയല്ല, ഇവരുടെ മുന്നിൽ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നവരെ ഇരകളാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ റാൻഡം സെലക്ഷൻ. അങ്ങനെയാണെങ്കിൽ സാർ എന്തായിരിക്കും ഇതിൻ്റെ മോട്ടീവ്? നോ ഐഡിയ. എന്തായാലും ആദ്യത്തെ 2 മിസ്സിംഗ് കേസുകളും തമ്മിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. 2 ഇൻസിഡൻസും നടന്നത് ഒരൊറ്റപ്പെട്ട സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഈ മിസ്സിംഗ് നടന്നിട്ടുണ്ടാവുക ഒരൊറ്റപ്പെട്ട സ്ഥലത്തു നിന്നായിരിക്കണം. സാർ എനിക്കൊരു സംശയം. ചേട്ടാ കുറച്ച് ശബ്ദത്തിൽ പറയൂ. സാർ എനിക്കൊരു സംശയം. ഈ ഗീത ഒരു നേർച്ചയ്ക്ക് വേണ്ടിയല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട്? അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോവോ? കുറച്ച് അധികം വീടുള്ളൊരു സ്ഥലത്തേക്കല്ലേ പോവാൻ സാധ്യത കൂടുതൽ? ഞാൻ പറഞ്ഞല്ലോ ഒരായിട്ടാ, ഇതെൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. എന്തായാലും ഗീത പള്ളിവാസൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഗീത മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്: ചിത്തരപുരം, പോത്തമേട്, ഓൾഡ് മൂന്നാർ, ആറ്റുകാട്. ഇതിൽ ഒറ്റപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഹലോ, അതെ, നിങ്ങളുടെ പേരെന്താ? സ്ഥലം? ഈ ഗീത എത്ര മണിക്കാണ് അവിടെ വന്നത്? ഓക്കെ സാർ, സ്ഥലം ആറ്റുകാട്.
ഏട്ടാ വണ്ടി എടുത്തു. സാർ പ്ലീസ്. ഓക്കെ സർ. വിനോദല്ലേ? അതെ സാർ. ഈ ഗീത എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല സാർ. ഭാര്യയും കുഞ്ഞും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ പത്രത്തിൻ്റെ കൂട്ടിൽ നോട്ടീസ് കണ്ടപ്പോൾ ഭാര്യയാണ് പറഞ്ഞത് ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചത്. വൈഫ് എവിടെ ഉണ്ടോ? ആ ഉണ്ട് സാർ. ഒന്ന് വിളിക്കാം. രേവതി വാ സാറേ. ഈ ഗീത എങ്ങനെ ഇങ്ങോട്ട് വന്നത്? വല്ല വണ്ടി വിളിച്ചിട്ടാണോ? അല്ല സർ, നടന്നിട്ടാ വന്നത്. ആ, ഒറ്റയ്ക്കാണോ വന്നത്? നോട്ട് ചെയ്തോ? അതെ സർ. എത്ര മണിക്ക്? 3:30 കാണും സർ. ആ 3:30 കാണും സർ. ഓ, എന്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ? മലയാറ്റൂർക്ക് പോവാണ്, അതിനുള്ള നേർച്ചയാണ്, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അകത്ത് പോയി കുറച്ച് അരി എടുത്തു കൊടുത്തായിരുന്നു സർ. കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു വലിയ കവർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ പരിസരത്ത് വേറെ വീടുകളുണ്ടോ? ഒരു 8-10 വീടുണ്ട് സർ. മലയാറ്റൂർക്ക് പോവാണ്, അതിനുള്ള നേർച്ചയാണ്, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അകത്ത് പോയി കുറച്ച് അരി എടുത്തു കൊടുത്തായിരുന്നു സർ. കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു വലിയ കവർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഗീത ഇവിടെ വന്നു എന്നല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല സർ. ഗീത പോയതിനു ശേഷം ഇങ്ങനൊരു വണ്ടി എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ല സർ. ആ വീട്ടിൽ നിന്ന് ഇതുപോലൊരു വണ്ടി. ഞാനും അവിടെ അങ്ങനെ ഒരു വണ്ടി ഉണ്ടതായി ഓർക്കുന്നു സാർ. അവിടെ ആരാ താമസിക്കണേ? ബിൽഡിംഗ് വർക്കേഴ്സാണെന്ന് തോന്നുന്നത്. അവിടെ അങ്ങനെ ആളെനിക്കൊന്നും കാണാറില്ല. ഐസക് മുതലാളിയുടെയാണ് ആ വീട് സ്ഥലവും. അവർക്ക് വാടകയ്ക്ക് എന്താ കൊടുത്തേക്കാന്ന് തോന്നുന്നു.